ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. ഇന്ന് 10/7/2024 ട്രേഡിങ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കാം. മാർക്കറ്റിൽ നല്ല രീതിക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അപ്സൈഡ് പോയി നല്ല രീതിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നലത്തെ പോയിൻ്റ് അനുസരിച്ച് ഏകദേശം ഒരു 100-200 പോയിൻറ്റോളം മുന്നിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി മീൻസ് അത് ഹയർ പോയിൻറ്റിലോട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വീണ്ടും കുറഞ്ഞു വരികയാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ദാറ്റ് മീൻസ് 24,500 റേഞ്ചിലോട്ട് ഹെവി ആയിട്ട് ഒരു റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സോ മച്ച് സെല്ലേഴ്സ് ആർ ആക്റ്റീവ്. അപ്പോൾ അതൊന്ന് ആ ലെവലൊന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് 24 ഈ റേഞ്ച്, അതായത് 450 480 ലെവൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് റീസൺ എന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ഏതൊരു 100 പോയിൻറ്റിന് മുന്നേ ഉള്ള 70-80 പോയിൻറ്റ് ഹെവി ആയിട്ടുള്ള റിജക്ഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലുള്ള ആ ഒരു നമുക്ക് ഈ ചാർട്ടുകളൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുമ്പോൾ അതിനത് പറയാം. അത് വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കാം. എനിവേ, ഇന്ന് നമ്മുടെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. ഏകദേശം ഒരു 200 പോയിൻറ്റോളം അപ്സൈഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കത് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ പാറ്റേണിൻ്റെ ഫോർമേഷനിൽ അത് ഫോളോ ആയി ക്ലോസ് ആയതായിട്ട് മനസ്സിലാകും. അതായത് പ്രീവിയസ് ഡേ മദർ ക്യാൻഡിലായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്സൈഡ് പൊട്ടിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ സപ്പോർട്ട്, അതായത് 53 ലെവലിലോട്ട് അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലെവൽ വരെ റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 52 ലെവലിലോട്ട് അത് വീഴാനും ചാൻസ് ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ HDFCയിൽ വലിയ ന്യൂസുകളൊന്നുമില്ല. നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ എപ്പോഴും HDFC കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ HDFCയുടെ ഹോൾഡ് ചെയ്യാമെന്നുള്ളവർ മാക്സിമം ഹോൾഡ് ചെയ്യാൻ തന്നെ നോക്കുക. അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളവർ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. HDFC ബാങ്ക് എപ്പോഴും നമുക്ക് ഹെവി ആയിട്ടുള്ള സപ്പോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ബൈയിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ശ്രദ്ധിക്കണം. ട്രേഡിങ് മാത്രം നമുക്ക് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് തരണമെന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ഹെവി ആയിട്ടുള്ള പ്രോഫിറ്റ് തരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതിനടുത്ത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ മേജറായിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയ ഡൗ ജോൺസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഡൗ ജോൺസിൽ നെഗറ്റീവ്നെസ്സാണ് കാണിക്കുന്നത്. എക്സാക്ട്ലി ആ ട്രെൻഡ് ലൈനിൽ വീണ്ടും റിജക്ഷൻ എടുത്ത് താഴോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് 20 EMAയിലാണ്. അപ്പോൾ ഈ 20 EMA ബ്രോക്കായി കഴിഞ്ഞാൽ വീണ്ടും ഒരു റീടെസ്റ്റിന് ചാൻസ് ഉണ്ട്. 20 EMAയിൽ വീണ്ടും അത് അഗെയിൻ ഫാൾ ആവാനുള്ള ചാൻസും കാണുന്നുണ്ട്. കുറേ ദിവസമായിട്ട് കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബോക്സ് പാറ്റേൺ നമുക്ക് ഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചെറിയതായിട്ടൊന്ന് അത് എക്സ്പെൽ ചെയ്ത് വെളിയിലോട്ട് പോയിട്ടുണ്ട്. എനിവേ വീണ്ടും ആ ട്രേഡ് നമുക്ക് ഈ ഒരു ബോക്സ് പാറ്റേണിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പ്രീ മാർക്കറ്റ് നോക്കിയിട്ട് എക്സാക്ട്ലി നമുക്ക് എങ്ങനെ ഫസ്റ്റ് മൊമെൻറ്റം പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. എക്സ്പയറി ആണ്. അപ്പോൾ പ്രീമിയംസ് എല്ലാം സി സൈഡിൽ റൈസായി നിൽക്കുകയാണ്. പി സൈഡിൽ ചെറിയൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പി സൈഡിലുള്ള പ്രീമിയം റൈസ് ആവും, സി സൈഡിലുള്ള പ്രീമിയം ഡീക്കേ ആവും. അപ്പം ബ്ലൈൻഡായിട്ട് എൻ്റർ ആവാതിരിക്കുക. ഹാപ്പി ട്രേഡിങ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.